അനന്യ എന്നാണ് ഈ ആക്ട്രസിൻ്റെ പേര്. ആയില്യ ഗോപാലകൃഷ്ണൻ എന്നാണ് ശരിയായ പേര്. സിനിമയ്ക്കും മറ്റും വേണ്ടിയിട്ടാണ് അനന്യ എന്ന പേര് തിരഞ്ഞെടുത്തത്. കേരളത്തിലെ കൊച്ചി എന്ന സ്ഥലത്താണ് ജനിച്ചത്. സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വിമൻ ആലുവയിലാണ് പഠിച്ചതും മറ്റും. നടി എന്നതിലുപരി തന്നെ ഒരു ഗായികയും മറ്റും ഒക്കെയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു ഇന്ത്യൻ നടിയാണ് അനന്യ. കൂടാതെ ഗായികയും അമ്പെഴുത്തുകാരിയും കൂടി ആണ് താരം. 2008 മുതലാണ് അഭിനയരംഗത്തേക്കും മറ്റും വരാൻ തുടങ്ങിയത്. 2008 പോസിറ്റീവ് എന്ന മലയാള ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ച അവർ അടുത്ത വർഷം തമിഴ് ചിത്രമായ നാടോടികൾ എന്ന ചിത്രത്തിലൂടെയും അരങ്ങേറ്റം കുറിച്ചു. അത് നിരൂപകപരമായും വാണിജ്യപരമായും വിജയമാവുകയും ചെയ്തു. ദൂരെ എന്ന ടെലിഫിലിമിനെയും 2012 മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡും 2011 എങ്കെയും എപ്പോഴും എന്ന ചിത്രത്തിന് തമിഴ് മികച്ച സഹനടിക്കുള്ള ഫിലിംഫെയർ അവാർഡും അവർക്ക് ലഭിച്ചു. കേരളത്തിലെ പെരുമ്പാവൂരിൽ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ഗോപാലകൃഷ്ണനുടെയും പ്രസീതയുടെയും മകളായി മലയാളി മാതാപിതാക്കൾക്കാണ് അനന്യ ജനിച്ചത്. അവൾക്ക് ഒരു ഇളയ സഹോദരി ആദിയുണ്ട്. മലയാളത്തിലും തമിഴിലും ആയില്യം എന്ന് വിളിക്കപ്പെടുന്ന അവളുടെ ജന്മനക്ഷത്രമായ അശ്ലേഷയിൽ നിന്നാണ് അവരുടെ പേര് സ്വീകരിച്ചത്. പേര് നക്ഷത്രത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. അവരുടെ പിതാവിന് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. പൈ ബ്രദേഴ്സ് 1995 എന്ന ചിത്രത്തിൽ ബാലതാരമായി അവർ പ്രത്യക്ഷപ്പെട്ടു. ആലുവയിൽ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വുമനിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ അനന്യ BA ബിരുദം നേടി. കുട്ടിക്കാലത്ത് അവൾ ഒരു വില്ലാളിയായിരുന്നു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടി. സ്റ്റാർ വാർഡ് എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ അവരുടെ കോളേജിനെ പ്രതിനിധീകരിക്കുമ്പോൾ വിവിധ സംവിധായകർ അവളെ കാണിക്കുകയും അവരുടെ കോളേജിനെ പ്രതിനിധീകരിക്കുമ്പോൾ വിവിധ സംവിധായകർ അവരെ കാണുകയും അഭിനയ ഓഫറുകൾ ലഭിക്കുകയും ചെയ്തു. 5 പ്രോജക്റ്റുകൾ നിരസിച്ചതിനു ശേഷം പോസിറ്റീവിൽ അഭിനയിക്കാൻ സമ്മതിച്ചുകൊണ്ട് അത് പരീക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. അവരുടെ ആദ്യ തമിഴ് ചിത്രമായ നാടോടികൾ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ സ്ക്രീൻ പേര് അനന്യ എന്നായി മാറി. ഈ ചിത്രം ഉയർന്ന വാണിജ്യ വിജയമായി അനന്യ യശസ്സിലേക്ക് ഉയർന്നു. ചിത്രത്തിലെ അഭിനയം പ്രശംസിക്കപ്പെട്ടു. നമ്മുടെ കഥയിൽ അതേ വേഷം അവൾ വീണ്ടും അവതരിപ്പിച്ചു. മോഹൻലാലിനൊപ്പം ഷിക്കർ എന്ന ചിത്രം അവർക്ക് മലയാളത്തിൽ വലിയൊരു ബ്രേക്ക് നൽകി. ഷിക്കർ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ മോഹൻലാലിനെ ആകർഷിച്ച ചില ത്രില്ലിംഗ് രംഗങ്ങൾ അവർ ചെയ്തു. അത് അവരെ മലയാളത്തിൽ വിജയശാന്തി എന്ന് വിളിക്കാൻ കാരണമാവുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്.